ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മൾ അന്ന് ഈ നവകേരള സദസ്സ് വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അത് നമ്മളടക്കമുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ പിന്നീട് അങ്ങ് വളരെ അതിനെ നിസ്സാരവൽക്കരിക്കുന്നു, വളരെ ലൈറ്റായിട്ട് എഴുതി തള്ളി. ഒരു ചെറിയ വേദന ഉള്ളിലുണ്ടായിരുന്നു. ഒരിക്കലും വേദന ഉണ്ടായില്ല. കാരണം ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്തായെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം അവിടെ അവതാരക പറഞ്ഞത് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് തന്നെ. ആ പ്രസംഗം നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. ഇവിടെ അവതരിപ്പിച്ച ആൾ അല്ലെങ്കിൽ അവതാരക പറഞ്ഞത് ഞാൻ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ പരാതി സ്വീകരിക്കാൻ വരുന്നു എന്നാണ്. അക്കാര്യത്തിൽ തോമസ് ചാഴികാടനും വ്യക്തത ഉണ്ടായോ എന്നെനിക്ക് സംശയമുണ്ടെന്നുള്ള ഒരു വാചകം മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ അവിടെ പറഞ്ഞത് ജനങ്ങളുടെ വിഷയമാണ്, കർഷകരുടെ വിഷയമാണ്, റബ്ബർ കർഷകരുടെ വിഷയമാണ്. അന്ന് നവകേരള സദസ്സ് നടന്ന പാലായിലെ സ്റ്റേഡിയം, ആ സ്റ്റേഡിയം വളരെ വെള്ളപ്പൊക്കത്തിൽ തകർന്ന് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് നന്നാക്കാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി എസ്റ്റിമേറ്റ് എടുത്ത് അയച്ചപ്പോൾ ആദ്യം 5 കോടി എന്ന് പറഞ്ഞു, പിന്നീട് അത് ഉയർത്തി 7 കോടിയായി. അത് മുഴുവൻ മുനിസിപ്പാലിറ്റിക്ക് വഹിക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ആണ് ഞാനന്ന് അവിടെ ഉദ്ധരിച്ചത്. ഒരു കാര്യം കൂടി, മൂന്നാമതൊരു വിഷയം കൂടി ഞാൻ പറഞ്ഞു, ചേർപ്പുങ്കൽ പാലം. ചേർപ്പുങ്കൽ പാലം 3 വർഷമായിട്ട് അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന പല പല പ്രതിസന്ധികളുണ്ടായി. ഞാൻ വിശദമായി പോകുന്നില്ല. അങ്ങനെ 3 വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ചു. ആ 3 വിഷയങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിഹരിക്കപ്പെട്ടു. അതായത് അന്ന് നവകേരള സദസ്സിൽ അങ്ങ് ഉന്നയിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി അത് തെറ്റിദ്ധരിച്ചു പോയതാണോ? തെറ്റിദ്ധരിച്ചതല്ല, അദ്ദേഹം ഊന്നൽ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധമായിരുന്നു. ആശയവിനിമയത്തിൽ സംഭവിച്ചു പോയ ഒരു ഗ്യാപ്പാണ്. അത്ര മാത്രമേ ഒരു ആശയവിനിമയത്തിൽ സംഭവിച്ചു പോയ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു. അത് പരിഹരിച്ചു. ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാനതെല്ലാം ചാനലിന്റെ മുമ്പിൽ വന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാരും ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊക്കെ ചോദിച്ചതാണ്. അപ്പൊ ആ 3 പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞത് കൊണ്ടുകൂടിയാണ് അത് 3 കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടത്. തീർച്ചയായും അന്ന് പറഞ്ഞതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായും. അപ്പൊ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അന്ന് തോമസ് ചാഴികാടൻ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളും പരിഹരിച്ചു എന്നതാണ് തോമസ് ചാഴികാടന് സന്തോഷമുള്ളത്. അന്ന് ആ സമയത്തൊക്കെ വാർത്തയുണ്ടാക്കി വിവാദം ചെറിയ ടെൻഷനൊക്കെ ആയെങ്കിലും ഇപ്പൊ സന്തോഷം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സന്തോഷം. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, യാതൊരു സംശയവും. അപ്പോൾ നമ്മൾ